സൈനിക നടപടി വിപുലീകരിക്കുന്നതിലൂടെ ഗാസയുടെ 75% പ്രദേശങ്ങളും കീഴടക്കാൻ ഇസ്രയേൽ പദ്ധതിയിടുന്നതായി റിപ്പോർട്ട്. മുനമ്പിൽ അവശേഷിക്കുന്ന പലസ്തീനുകളെ 3 പ്രദേശങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനാണ് ഇസ്രയേലിന്റെ നീക്കം. ഗിഡിയോൺസ് ചാരിയറ്റ്സ് എന്ന രഹസ്യനാമമുള്ള 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഓപ്പറേഷൻ ഹമാസിനെ പരാജയപ്പെടുത്താനും ബന്ദികളെ മോചിപ്പിക്കാനും ഉദ്ദേശിച്ചുള്ളതാണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഗാസ മുഴുവൻ ഒടുവിൽ ഇസ്രയേൽ സൈന്യം ഏറ്റെടുക്കുമെന്നും നെതന്യാഹു പ്രഖ്യാപിച്ചു. എന്നാൽ ഗാസയിലെ യുദ്ധാനന്തര പദ്ധതികളൊന്നും അദ്ദേഹം വിശദീകരിച്ചില്ല. 226 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഗാസയിലെ മുഴുവൻ ജനങ്ങളെയും മുനമ്പിന്റെ 25% ഉൾക്കൊള്ളുന്ന 3 മേഖലകളിലേക്ക് മാറ്റും. തെക്കൻ മവാസി മേഖല, മധ്യ ഗാസ, വടക്ക് ഗാസ നഗരം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇസ്രയേലി സൈന്യം ഈ റിപ്പോർട്ടുകൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. നിലവിൽ ഗാസയുടെ 40%-ഓളം തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്നാണ് സൈന്യത്തിന്റെ അവകാശവാദം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിച്ച ഗാസ കുടിയൊഴിപ്പിക്കൽ പദ്ധതി നടപ്പിലാക്കാനും നെതന്യാഹുവിന് പങ്കുണ്ട്. യുദ്ധം അവസാനിക്കുന്നത് കാണാനാണ് ആഗ്രഹമെന്നും ട്രംപ് പറയുമ്പോഴും യുദ്ധാനന്തരം പലസ്തീനികളെ കുടിയൊഴിപ്പിക്കുക തന്നെയാണ് ലക്ഷ്യം. സൈനിക നീക്കത്തിന് സമാന്തരമായി ഗാസയിലെ സിവിലിയൻ ജനസംഖ്യയുടെ പകുതിയോളം പേർക്ക് ഭക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടെ US പിന്തുണയുള്ള സഹായ വിതരണ സംരംഭവും ഇസ്രയേൽ ആരംഭിച്ചിരുന്നു. എന്നാൽ US-ഉം ഇസ്രയേലും പിന്തുണയ്ക്കുന്ന സ്വിറ്റ്സർലാൻഡ് ആസ്ഥാനമായുള്ള ലാഭേച്ഛയില്ലാത്ത സംഘടനയായ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജെയ്ക്ക് വുഡിന്റെ രാജി സഹായ വിതരണത്തിന് തിരിച്ചടിയായി. മാനവികത, നിഷ്പക്ഷത, സ്വാതന്ത്ര്യം എന്നീ മാനുഷിക തത്വങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് പ്രസ്താവിച്ചാണ് വുഡ് സ്ഥാനമൊഴിഞ്ഞത്. സംഘടനയെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. US പിന്തുണയുള്ള പദ്ധതി നിഷ്പക്ഷമോ സ്വാതന്ത്ര്യമോ അല്ലാത്തതിനാൽ അതിൽ പങ്കാളിയാകില്ലെന്ന് UN നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ വടക്കൻ ഗാസയിൽ അഭയാർത്ഥി കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന സ്കൂളിന് നേരെ നടന്ന ആക്രമണത്തിൽ 36 മരണമുണ്ടായി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഗാസയിലുടനീളം ഇസ്രയേൽ പ്രതിരോധ സേന നടത്തിയ വ്യോമാക്രമണങ്ങളിൽ 50-ലധികം പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ദരാജിലെ ഫഹ്മി അൽജർജാവി സ്കൂളിലാണ് ആക്രമണം നടന്നത്. കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും കുട്ടികളും സ്ത്രീകളുമാണെന്നും സിവിൽ ഡിഫൻസ് വക്താവ് മഹ്മൂദ് ബസാൽ പറഞ്ഞു. ഹമാസിന്റെയും പലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെയും നിയന്ത്രണ കേന്ദ്രമായിരുന്നു ആക്രമണത്തിന്റെ ലക്ഷ്യമെന്നാണ് ഇസ്രയേൽ സൈന്യത്തിന്റെ ന്യായീകരണം. സാധാരണക്കാർക്ക് അപകടം സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചിരുന്നതായും സൈന്യം അവകാശപ്പെട്ടു. ആളുകൾ ഉറങ്ങിക്കിടക്കുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത്. പരിക്കേറ്റവരിൽ പലർക്കും ഗുരുതരമായ പൊള്ളലേറ്റിട്ടുണ്ട്. സ്കൂളിന് നേരെ 3 തവണ തുടർച്ചയായ ആക്രമണം ഉണ്ടായതായും ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. വടക്കൻ ഗാസ മുനമ്പിലെ ജബാലിയ പട്ടണത്തിലെ ഒരു കുടുംബത്തിലെ 19 പേർ കൊല്ലപ്പെട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്താരാഷ്ട്ര മാനുഷിക നിയമം സ്കൂളിൽ ഉൾപ്പെടെയുള്ള സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ വിലക്കിയിട്ടുള്ള സാഹചര്യത്തിലാണ് ഇസ്രയേൽ തുടർച്ചയായി സ്കൂളുകളെ ലക്ഷ്യം വെക്കുന്നത്. 19 മാസത്തെ യുദ്ധത്തിലുടനീളം ഗാസയിലെ ഭൂരിഭാഗം സ്കൂളുകളും ഇസ്രയേൽ ബോംബിട്ട് തകർത്തു. സ്കൂളുകൾ നിലവിൽ അഭയാർത്ഥി കേന്ദ്രങ്ങളായി പ്രവർത്തിച്ചു വരികയാണ്. 2023 നവംബറിൽ അൽ ബുറാഖ് സ്കൂളിൽ നടത്തിയ ആക്രമണത്തിൽ 50 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഭീകരർ ഇസ്രയേലി സിവിലിയന്മാർക്കും IDF സൈനികർക്കുമെതിരെ ആക്രമണം ആസൂത്രണം ചെയ്യാൻ ഈ പ്രദേശം ഉപയോഗിക്കുന്നുണ്ടെന്നും IDF പറഞ്ഞു. ഹമാസ് ഗാസയിലെ ജനങ്ങളെ മനുഷ്യ കവചമായി ഉപയോഗിക്കുന്നുവെന്നും ആരോപിച്ചു. ഓൺലൈനിൽ പങ്കിട്ട വീഡിയോ ദൃശ്യങ്ങളിൽ സ്കൂളിന്റെ ചില ഭാഗങ്ങളിൽ വലിയ തീപിടുത്തങ്ങൾ കാണിക്കുന്നുണ്ട്. കുട്ടികൾ ഉൾപ്പെടെയുള്ള ഗുരുതരമായി പൊള്ളലേറ്റവരുടെയും ഗുരുതരമായി പരിക്കുകളോടെ രക്ഷപ്പെട്ടവരുടെയും ഗ്രാഫിക് ചിത്രങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുമുണ്ട്. വടക്കൻ ഗാസ ആംബുലൻസ് സർവീസ് മാനേജർ ഫാരിസ് അഫാന 3 ക്ലാസ് മുറികൾ കത്തി നശിച്ചത് കണ്ടെത്തുന്നതിനായി ജീവനക്കാരുമായി സംഭവസ്ഥലത്ത് എത്തിയതായും പറഞ്ഞു. ആ ക്ലാസ് മുറികളിൽ ഉറങ്ങുന്ന കുട്ടികളും സ്ത്രീകളും ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അവരിൽ ചിലർ നിലവിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ തീപിടുത്തം കാരണം ഞങ്ങൾക്ക് അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ കണ്ടത് എത്ര ഭയാനകമായിരുന്നുവെന്നും എനിക്ക് വിവരിക്കാൻ കഴിയുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വടക്കൻ ഗാസയിലെ ഹമാസ് പോലീസിന്റെ അന്വേഷണ മേധാവി മുഹമ്മദ് അൽ കാസിഹ് ഭാര്യയും കുട്ടികളും മരിച്ചവരിൽ ഉൾപ്പെട്ടതായി പ്രാദേശിക റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം വടക്കൻ ഗാസയിലെ ജബാലിയയിൽ ഒരു വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 19 പേർ കൊല്ലപ്പെട്ടതായി അൽ അഹ്ലി ആശുപത്രി ഡയറക്ടർ ഡോക്ടർ ഫാദൽ എൽ നയീം പറഞ്ഞു. എന്താണ് ലക്ഷ്യമിട്ടതെന്ന് ഇസ്രയേൽ സൈന്യം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കഴിഞ്ഞ ഒരാഴ്ചയായി എൻക്ലേവിന്റെ വടക്കൻ ഭാഗത്ത് ഇസ്രയേലിന്റെ വ്യാപകമായ ആക്രമണത്തിന്റെ ഭാഗമാണ് ഇരട്ട ആക്രമണങ്ങൾ. ഭീകര സംഘടനകൾ എന്ന് അവർ വിശേഷിപ്പിച്ചവയ്ക്കെതിരെ ആക്രമണം തുടരുന്നതിനിടെ 48 മണിക്കൂറിനുള്ളിൽ ഗാസയിലുടനീളം 200 ലക്ഷ്യങ്ങൾ
ആക്രമിച്ചതായി IDF അറിയിച്ചു. അതേസമയം US പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് മുന്നോട്ട് വെച്ച ഏറ്റവും പുതിയ വെടിനിർത്തൽ നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചതായി ഒരു മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഹമാസ് അംഗീകരിച്ച പദ്ധതിയിൽ 2 ഘട്ടങ്ങളിലായി 10 ഇസ്രയേലി ബന്ദികളെ മോചിപ്പിക്കുന്നതും ഉൾപ്പെടുന്നുവെന്നും ചർച്ചകളെക്കുറിച്ച് പരിചയമുള്ള ഒരു പലസ്തീൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. പകരമായി 70 ദിവസത്തെ വെടിനിർത്തൽ, ഗാസയിൽ നിന്നും ഇസ്രയേൽ സൈന്യത്തെ ക്രമേണ ഭാഗികമായി പിൻവലിക്കൽ, ദീർഘകാലമോ ജീവപര്യന്തമോ തടവ് അനുഭവിക്കുന്ന 100 കണക്കിന് പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കൽ എന്നിവയുണ്ടാകും. ഈ നിർദ്ദേശത്തെക്കുറിച്ച് അഭിപ്രായം തേടി മാധ്യമങ്ങൾ ഇസ്രയേൽ സർക്കാരിനെ സമീപിച്ചിരുന്നു. പദ്ധതി നിരസിക്കപ്പെടുന്നത് അജ്ഞാതരായ ഇസ്രയേലി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മധ്യസ്ഥ ശ്രമങ്ങൾ തുടരുന്നതിനിടെ വെള്ളിയാഴ്ച ഗാസയിലെ ഒരു പലസ്തീൻ ഡോക്ടറുടെ വീടിന് നേരെയുണ്ടായ ഇസ്രയേൽ ആക്രമണത്തിൽ അവരുടെ 10 കുട്ടികളിൽ 9 പേർ കൊല്ലപ്പെട്ടു. ഡോക്ടർ അല അൽ നജാറിന്റെ 11 വയസ്സുള്ള മകനും ഭർത്താവ് ഹംദി അൽ നജാറിന്റെ നില ഗുരുതരവുമാണ്. ഖാൻ യൂനിസിലെ അവരുടെ വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 2 ജീവനക്കാർ കൊല്ലപ്പെട്ടതായും ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസ് അറിയിച്ചിരുന്നു. ആയുധ മലിനീകരണ ഉദ്യോഗസ്ഥനായ ഇബ്രാഹിം ഈദിന്റെയും റാഫയിലെ റെഡ് ക്രോസ് ഫീൽഡ് ആശുപത്രിയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥനായ അഹമ്മദ് അബു ഹിലാലും കൊല്ലപ്പെട്ടത് ഗാസയിലെ അസഹനീയമായ സിവിലിയൻ മരണസംഖ്യയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് എന്ന് ICRC വെടിനിർത്തലിനുള്ള ആഹ്വാനം ആവർത്തിച്ച് പറഞ്ഞു.